ഹലോ മക്കളെ. അപ്പൊ മിസ് ഇന്ന് നിങ്ങളുടെ 5, 6, 7 ക്ലാസ്സിലെ ആനുവൽ എക്സാം ടൈം ടേബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ടൈം ടേബിൾ കണ്ടിട്ടുണ്ടോ? യെസ്, സിമ്പിൾ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് അല്ലെ. ഒരേ സമയത്തിലാണ് നമ്മുടെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഒരു സബ്ജക്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട്, അതായത് 5ാം ക്ലാസ്സിന്റെയും 6ാം ക്ലാസ്സിന്റെയും 7ാം ക്ലാസ്സിന്റെയും മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മുടെ ടൈം ടേബിൾ നോക്കിയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് നിങ്ങളോട് ഇന്ന് ഈ ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ എന്താ പറയുക, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ട സമയമായിരിക്കുന്നു ഇല്ലേ? പഠിച്ചു തുടങ്ങിയവരുണ്ട്, ഇനിയും പഠിക്കാത്തവർ എന്ത് ചെയ്യണം? ഇനി പഠിച്ചു തുടങ്ങണം. ഓക്കെ, അതും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ന് നിങ്ങളുടെ ടൈം ടേബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ നമ്മുടെ ടൈം ടേബിൾ നോക്കാൻ വേണ്ടിയിട്ട്? യെസ്, നമുക്ക് UP മൊത്തത്തിലുള്ള ടൈം ടേബിൾ ആണ് മിസ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ 5ാം ക്ലാസ്സുകാരുടെ ടൈം ടേബിൾ നോക്കാം അല്ലെ. അപ്പൊ എല്ലാവരും റെഡി ആണോ? യെസ്, നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ 5ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാർച്ച് 5-നാണ് അല്ലെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ എക്സാം, നമ്മുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോയി? ഇനി നമ്മുടെ ആ ഒരു എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 6ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ 5ാം ക്ലാസ്സിന്റെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. 5ാം തീയതി മാർച്ച് 5, 2024 നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? യെസ്, നമ്മുടെ ഈ അതായത് ഈ 5ാം ക്ലാസ്സിന്റെ എല്ലാ എക്സാമും വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഓക്കെ, അതായത് 1:30 PM to 4:35 PM നമുക്ക് എക്സാം വരുന്നത്. ഓക്കെ, യെസ്, 2 hour എക്സാം ഉണ്ടാവുന്നത്. അതിൽ നമുക്ക് 1:30 തുടങ്ങും. 1:30 to 50 minutes നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഓക്കെ, കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് 2 hour നമ്മുടെ എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ദെൻ ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. ഓക്കെ, ഈ 15 മിനിറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക. ചടപടയെന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ 15 minutes കൂൾ ഓഫ് ടൈം ആണ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ 2 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉള്ളത്. അതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്ന എക്സാം ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ്. ഓക്കെ, ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പൊ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവാ. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം വരുന്നത് അല്ലെ. 7th-നാണ് അല്ലെ. 7th മാർച്ച് 7th-നാണ്. അതും ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരേ സമയത്ത് തന്നെയാണ്. 1:30 തുടങ്ങുന്നത്. ഓക്കെ, 1:30 PM തുടങ്ങിയിട്ട് 3:45 വരെയാണുള്ളത്. അതിൽ മലയാളം, സാൻസ്ക്രിറ്റ്, അറബിക്, തമിഴ്, കന്നഡ ആൻഡ് ഉറുദു. ഓക്കെ, ഇങ്ങനെയാണ്. അതിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 7 ദിവസം ഉണ്ട് കേട്ടോ. 7 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ മലയാളം സെക്കൻഡ് തന്നെ 7 ദിവസം വായിച്ചിരുന്നോ നടക്കുമോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കണം അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഈ 7 ദിവസം നമ്മുടെ ബാക്കിയുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ. സോഷ്യൽ സയൻസ് ഉണ്ട്, ബേസിക് സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് നമുക്ക് ഇനി വരുന്നുണ്ട് ഇല്ലേ. യെസ്, അപ്പൊ നമുക്ക് ഈ 7 ദിവസം എന്ത് ചെയ്യണം? ഈ സബ്ജക്ട് എല്ലാം നമുക്ക് പഠിക്കണം. ഓക്കെ, ഈ സബ്ജക്ട്സ് നമുക്ക് എത്ര സബ്ജക്ട് ബാക്കിയുള്ളത്? 2, 4, 6 സബ്ജക്ട്സ് ബാക്കിയുണ്ട് അല്ലെ. 6 സബ്ജക്ട്സ് ബാക്കിയുണ്ട്. ആ 6 സബ്ജക്ട്സ് നമുക്ക് 7 ദിവസം കൊണ്ട് ഒന്ന് ഓടിച്ചു പോകണം അല്ലെ. ഒന്ന് ഓടിച്ചു പോകണം. ആ ഒരു സമയം നിങ്ങൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. 7 ദിവസം ഉണ്ടല്ലോ, ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് കരുതി ആ 7 ദിവസം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ 14-ാം തീയതി നമുക്ക് വരുന്നത് മലയാളം സെക്കൻഡ് ആണ്. ഓക്കെ, മലയാളം സെക്കൻഡ് ആണ്. അത് നല്ല രീതിയിൽ പഠിച്ചു പോവാ. ഇതേ സമയത്ത് തന്നെയാണ്. സമയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന്. എല്ലാം ആഫ്റ്റർനൂൺ 1:30 to 3:45 വരെയാണ്. ഓക്കെ, അതിൽ സമയത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഡേറ്റിലാണ്. ഡേറ്റിൽ കുറച്ച് എന്താ പറയുക ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡേറ്റ് നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ തന്നെ ടൈം ടേബിൾ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു വോളില് ഒട്ടിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ബുക്കിൽ എങ്ങാനും എഴുതി വെച്ചോളൂ കേട്ടോ. പിന്നെ ദെൻ വരുന്നത് നമ്മുടെ 14th കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് 16th മാർച്ച് 2024 അത് നമ്മുടെ സ്വന്തം സോഷ്യൽ സയൻസ് ആണ് അല്ലെ.
5ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, 11 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സോഷ്യൽ സയൻസിൽ ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാ, തെറോ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചിട്ട് പോവാ. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും 3 ദിവസം വന്നു. നിങ്ങൾക്ക് കുറെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന്റെ ഇടയിൽ കളിക്കാൻ പോകരുത്. നമുക്ക് ഈ ഒരു എക്സാം, ഈ ഒരു മാർച്ചിലുള്ള ഈ ഒരു എക്സാം കഴിയുന്നവരെ നിങ്ങളുടെ കളികളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഓക്കെ, യെസ്. അപ്പൊ 3 ദിവസം നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതുണ്ട്, 19th ഏതാ ഉള്ളത് അറിയോ, ബേസിക് സയൻസ് ഉണ്ട് അല്ലെ, ബേസിക് സയൻസ് ഉണ്ട്. അപ്പൊ 3 ദിവസം വീണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുകയാണ്. നല്ല രീതിയിൽ പഠിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, പിന്നെ വരുന്നുണ്ട് 2021 അല്ലെ, അതായത് ഒരു ദിവസം ഗ്യാപ്പേ നമ്മുടെ മാത്സിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാത്സ് എപ്പം കൂട്ടി പഠിക്കണം. യെസ്, ഈ 7 ഡേയ്സ് ഉണ്ടല്ലോ, ഈ 7 ഡേയ്സിന്റെ സമയത്ത് നിങ്ങൾ ആ ഒരു മാത്സ് കൂട്ടിയിട്ട് പഠിക്കണം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് 23rd നമ്മുടെ ഹിന്ദി വരുന്നത്. ഓക്കെ, 23rd ഹിന്ദി വരുന്നത്. യെസ്, അതും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് 3 days ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ, 3 days ഗ്യാപ്പ് വരുന്നുണ്ട്. അത് 26th ഇതേ സമയത്ത് തന്നെയാണ് വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കുറേയേറെ ഗ്യാപ്പ് ഉള്ള, കുറേ സമയം നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ. കുറേ സമയം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഡേറ്റ് തെറ്റാൻ പാടില്ല. ടൈം നമുക്ക് ഒരേ സമയം ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഈ ഡേറ്റ് ഇപ്പൊ തന്നെ നോക്കി വെക്കുക. സബ്ജക്ട്സും എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 6ലേക്ക് പോകാം. സ്റ്റാൻഡേർഡ് 6ന്റെ അവസ്ഥ എന്താ, യെസ്, അതേ ടൈം തന്നെയാണ് അല്ലെ, ടൈമിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ 5ാം ക്ലാസ്സിന്റെ അതേ ടൈം തന്നെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് 6ൽ വന്നിട്ടുള്ളത്. 1:30 PM സ്റ്റാർട്ട് ചെയ്യുന്നത് to 3:45. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും എന്തുണ്ടാവും, 15 minutes കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഈ 15 minutes കൂൾ ഓഫ് ടൈം എന്ത് ചെയ്യാ, മാക്സിമം നമ്മൾ എന്ത് ചെയ്യാ, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ആരാണോ ടീച്ചേഴ്സ് ഉള്ളത് അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, യെസ്. നിങ്ങൾക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 5th അല്ലെ, 5ാം തീയതി മാർച്ച് 5ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നിങ്ങൾക്ക് മലയാളം, സംസ്കൃത്, അറബിക്, തമിഴ്, കന്നഡ, ഉറുദു ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ സബ്ജക്ട് 5ാം തീയതി നിങ്ങളുടെ ക്ലാസ് എക്സാം തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ആനുവൽ എക്സാം തുടങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ട്. 7ാം തീയതി ഓക്കെ, 7ാം തീയതി എക്സാം ഉള്ളത്. വീണ്ടും ആരാ വരുന്നത്, യെസ്, മലയാളം സെക്കൻഡ് ആണ് അല്ലെ. യെസ്, അപ്പൊ നമ്മുടെ മലയാളം ഇങ്ങോട്ട് 2 ദിവസം കൊണ്ട് നമ്മുടെ മലയാളം ഇങ്ങോട്ട് കഴിയും അല്ലെ. അത് കഴിഞ്ഞ് നമുക്ക് 14th again നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 7 ദിവസം അല്ലെ. 7 ദിവസം നമുക്ക് ഇവിടെ വരുന്നത്. നമ്മുടെ 5ാം ക്ലാസ് വരെ പോലെ തന്നെ നമുക്ക് 6ാം ക്ലാസ്സിലും 7 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യാ, നിങ്ങൾ എന്ത് ചെയ്യാ, ഈ 7 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മിസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാക്സിമം ഈ 7 ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഹിന്ദിയും കൊണ്ട് മാത്രമായിട്ട് എന്ത് ചെയ്ത് ഇരിക്കരുത്. ഓക്കെ, ഹിന്ദി ആയിട്ട് മാത്രമായിട്ട് ഇരിക്കരുത്. നമുക്ക് ഇനി വരുന്ന സോഷ്യൽ സയൻസും മാത്സും ഇംഗ്ലീഷും വർക്ക് എക്സ്പീരിയൻസും ബേസിക് സയൻസും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള കുറേയേറെ പഠിക്കാനുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് താഴോട്ടേക്ക് വരുന്നത് അല്ലെ. നമുക്ക് മലയാളം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, 2 മലയാളം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ടഫ് സബ്ജക്ട്സും വരുന്നത് താഴോട്ടേക്കാണ്. ഓക്കെ, അപ്പൊ ഈ 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ 14th നമ്മുടെ ഹിന്ദി വരുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് 16th ആരാ വരുന്നത്, സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസ് വരുന്നുണ്ട്. ദെൻ അഗെയിൻ എന്താണ്, 3 ദിവസം അല്ലെ, 3 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ 19ാം തീയതി ആര് വരുന്നത്, മാത്തമാറ്റിക്സ് അല്ലെ. 3 ദിവസം നമുക്ക് എക്സ്ട്രാ നമ്മുടെ മാത്സ് പഠിക്കാനുള്ള സമയമുണ്ട്. മാത്സ് നിങ്ങൾക്ക് കുറേയേറെ കൺഫ്യൂഷൻസും ഒക്കെ ഉള്ള സബ്ജക്റ്റ് ആണ് അല്ലെ. മാത്സ് എന്ന് പറയുന്നത് കുറെ സമയം എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ വേണ്ടിയിട്ട്, മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ചെയ്ത് പഠിക്കാൻ വേണ്ടി നമുക്ക് 3 ദിവസം ഉണ്ട്. അതും കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 21st അല്ലെ, മാർച്ച് 21st നമുക്ക് ഏതാ വരുന്നത്, ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, നമുക്ക് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് കുറെ സ്റ്റോറീസും പോയിംസും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് അഗെയിൻ നമുക്ക് ഒരു ദിവസമാണ് അല്ലെ, ഒരു ദിവസം 22 എന്ന് പറയുന്ന ഒരു ഡേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ ഗ്യാപ്പ് വരുന്നുള്ളൂ. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസിന്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മതിയാവില്ലേ.
യെസ്, ഒരു ദിവസം മതിയാവും അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു ഡേ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 26-നാണ്, 23rd കഴിഞ്ഞിട്ട് then 26-ന് 3 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബേസിക് സയൻസ് ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് 6-ന്റെ ഏറ്റവും ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 26-ാം തീയതിയാണ്. അത് ഏതാണ്? നമ്മുടെ ബേസിക് സയൻസ് ആണ്. ഓക്കെ, ബേസിക് സയൻസ് ആണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന എക്സാം എന്ന് പറയുന്നത്. അതോടെ നമ്മുടെ 6ാം ക്ലാസ്സിൽ നമ്മൾ എൻഡ് ഇടാൻ പോവാണ് അല്ലെ? ഇനി നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയാ ആക്സസ് കിട്ടുന്നത് എവിടെയാണോ, പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയാണോ അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഡേറ്റ് മാറരുത്, സബ്ജക്റ്റ് മാറരുത്. ഓക്കെ, ടൈം നമുക്ക് കൺഫ്യൂഷൻ വരില്ല, കാരണം ഒരേ ടൈം തന്നെയാണ്. ഓക്കെ, യെസ്, ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 7 നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് 7 നോക്കാം, 7ാം ക്ലാസ്സിലെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത്. യെസ്, നമ്മുടെ 5ന്റെയും 6ന്റെയും ക്ലാസ് ടൈം ടേബിൾ പോലെ തന്നെ നമ്മുടെ 7ാം ക്ലാസ്സിലും എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, 5-ാം തീയതി ആണ് അല്ലെ? മാർച്ച് 5-ാം തീയതി ആണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:30 to 3:45 അല്ലെ? അതേ സമയം തന്നെയാണ്, അതേ ഡേറ്റ് തന്നെയാണ്. സബ്ജക്റ്റിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളത്? ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, സബ്ജക്റ്റിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ, ഒരേ സമയം തന്നെയാണ്. യെസ്, ഇതിൽ നമുക്ക് എന്തുണ്ട്? മിസ് അഗെയിൻ പറയാണ്, 15 മിനിറ്റ്, നിങ്ങൾക്ക് 15 മിനിറ്റ് എന്തുണ്ട്? കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഓക്കെ, ഈ കൂൾ ഓഫ് ടൈമിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയിട്ട് വരും. അപ്പൊ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് നമ്മുടെ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 5-ാം തീയതി നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് 2 days, ആഫ്റ്റർ 2 days ആണ് നമ്മുടെ മലയാളം സെക്കൻഡ്. ഓക്കെ, മലയാളം സെക്കൻഡ് ആണ് വരുന്നത്. ഇവിടെയും കണ്ടോ, അതായത് 7-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം വരുന്നത് 14-നാണ്. 14-ാം തീയതിയാണ് നിങ്ങൾക്ക് പിന്നെ എന്ത് വരുന്നത്? എക്സാം വരുന്നിട്ടുള്ളത്. ഓക്കെ, 14-ാം തീയതിയാണ് എക്സാം വരുന്നത്. എന്താണ്? 7 days ഗ്യാപ്പ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? വീണ്ടും നമുക്ക് ആരാ വരുന്നത്? മലയാളം തന്നെയാണ് അല്ലെ? മലയാളം, സംസ്കൃത്, അറബി, തമിഴ്, കന്നഡ, ഉറുദു. ഓക്കെ, അപ്പൊ ഈ സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ല, ബാക്കി നമുക്ക് എല്ലാ ടഫ് സബ്ജക്ട്സും താഴേക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? ഈ 7 ദിവസത്തെ ഗ്യാപ്പിൽ പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടിട്ട്. ഓക്കെ, ആ ഡേയ്സ് എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ആക്കാൻ പാടില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. ദെൻ 14-ന് പറഞ്ഞു നമ്മൾ മലയാളം അല്ലെ? അപ്പൊ നമ്മുടെ ലാംഗ്വേജസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു അല്ലെ? ലാംഗ്വേജസ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഹിന്ദി മാത്രമേ നമുക്ക് ബാക്കിയായിട്ടുള്ളൂ അല്ലെ? ഇംഗ്ലീഷും മലയാളം ഒക്കെ കഴിഞ്ഞു. യെസ്, ഇനി നമുക്ക് 16-ന് ഏതാ വരുന്നത്? 16th മാർച്ച് 16-ന് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്സ് ആണ് മാർച്ച് 16-ന് വരുന്നത്. 2 ദിവസം ഗ്യാപ്പ് അല്ലെ? 2 ദിവസം അല്ല, 1 ദിവസം. ഓക്കെ, 15 എന്ന് പറയുന്ന ആ ഒരു ഡേ മാത്രമേ നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാ? കൃത്യമായിട്ട് പഠിക്കുക, മാത്സ് കൃത്യമായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 days ഗ്യാപ്പ് വരുന്നത് 19-നാണ്. 16th കഴിഞ്ഞിട്ട് 19-നാണ് നമ്മുടെ എക്സാം വരുന്നത്. ഏതാണ്? ബേസിക് സയൻസ് ആണ്. ഓക്കെ, സമയത്തിൽ ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ടാണ് മിസ് സമയം എടുത്തെടുത്ത് പറയാത്തത്. ഓക്കെ, 1:30 PM സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 3:45 തന്നെ എൻഡ് ചെയ്യുന്ന എക്സാമുകളാണ് മൊത്തം. നിങ്ങൾക്ക് എല്ലാ എക്സാമും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 19th ബേസിക് സയൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന ഏതാണ്? 21st-നാണ്. ഓക്കെ, 21st മാർച്ച് 21st-നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അത് ഏതാണ്? വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് 21-ാം തീയതി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 day അല്ലെ? 21, 22, 23-ാം തീയതി, അതായത് 22-ാം തീയതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 13 ചാപ്റ്റർ ഉണ്ട് സോഷ്യൽ സയൻസിൽ. കേട്ടല്ലോ? 13 ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ 13 ചാപ്റ്ററും പഠിക്കണമെങ്കിൽ നമുക്ക് ഈ 1 ദിവസം കൊണ്ട് പറ്റില്ല. കേട്ടല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു 7 days എന്ന് പറയുന്നത് നമ്മുടെ മാത്സും ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഹിന്ദിയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ മലയാളം ടെക്സ്റ്റ് മാത്രമായിട്ട് ഇരിക്കാൻ പാടില്ല. ഓക്കെ, 7 ദിവസം മലയാളം ടെക്സ്റ്റ് ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ എക്സാമും കുളന്തോണ്ടും. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ 23rd-ന് നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത്
നമ്മുടെ സ്റ്റാൻഡേർഡ് 7ന്റെ ഏറ്റവും ലാസ്റ്റത്തെ എക്സാം ഏതാ? യെസ്, ഹിന്ദി ആണ് അല്ലെ. 26-ാം തീയതി നമ്മുടെ ഹിന്ദി എക്സാം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ടൈം ടേബിളിന്റെ ഡേറ്റും സബ്ജക്ട്സും നോക്കി വെക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട, കൃത്യമായിട്ട് ഈ ടൈം ടേബിൾ അനുസരിച്ച് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, കൃത്യമായിട്ട് ടൈം ടേബിൾ നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മിസ്സിന്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല മാർക്ക് വാങ്ങുക, നന്നായിട്ട് എക്സാം എഴുതുക, ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, താങ്ക് യു, ബൈ.